ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമേത്? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. ആ വലിയ ദിവസത്തിൽ, ആ വലിയ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും ഇന്ന് സാക്ഷികളാവുന്നു, പങ്കുചേരുന്നു. ഇവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് പലതരത്തിലുള്ള വിവാഹ സമ്മാനങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ടാകും. നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളം ഏറ്റവും വലിയ വിവാഹ സമ്മാനം നമ്മൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ വിശ്വാസം, പരിശുദ്ധ വിശ്വാസം പഠിപ്പിക്കുന്നത് പോലെ ഈ കുർബാനയാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, എല്ലാ നിമിഷവും, ഇവരുടെ ജീവിതാന്ത്യം വരെ ഇവരോടുകൂടെ അനുഗ്രഹങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ കുർബാന, അതിൻ്റെ കൃപ ഇവരോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദാനം എന്ന നിലയിൽ ഈ കുർബാന ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും യോഗ്യതയോടെ നമുക്ക് ഇവർക്ക് വേണ്ടി അർപ്പിക്കാം. വെറും ഈ വിവാഹ ചടങ്ങിൽ നമ്മൾ ആരും വെറും കാഴ്ചക്കാരാകാതെ ഇതിനെ സംബന്ധിക്കുന്നവർ പങ്കുചേരുന്നവരാകുക, ഇവർക്ക് വിവാഹ സമ്മാനം നേരുന്നവരാകുക. അങ്ങനെ ഇവരുടെ ജീവിതത്തിന് അവസാനം വരെ മംഗളങ്ങൾ നമുക്ക് ഇവർക്കായി നേരാ പ്രാർത്ഥിക്കാം. ഈ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ട യോഗ്യത നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് പ്രത്യേകമായി സ്നേഹത്തിൻ്റെ ഉദാശയാണ് ഇപ്പോൾ നമ്മൾ അർപ്പിക്കുക. ആ സ്നേഹത്തിൻ്റെ ഉദാശ അർപ്പിക്കുന്നതിന് സ്നേഹത്തിന് വിരോധമായി നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറവുകളെയും ഓർത്ത് കർത്താവിനോട് നമുക്ക് നാം അപേക്ഷിക്കാം. എന്തെന്നാൽ അനുഗ്രഹത്തിന്റെ ജന്മ
ദൈവവചനമാണ് നാം കേട്ടത്. എഴുതിയ നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ സുവിശേഷം. 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങൾ. ഫരീസേയർ ഈശോയുടെ അടുക്കലെത്തി അവിടത്തെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ തൻ്റെ ഭാര്യയെ പരിത്യജിക്കുന്നത് ശരിയാണോ? അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, സൃഷ്ടാവ് ആദിയിൽ മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും തന്നിമിത്തം മനുഷ്യൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവരിരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ ഇനി രണ്ടല്ല ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടട്ടെ. അല്പസമയം നോക്കിയിരിക്കാം. വിവാഹത്തിന് മുമ്പ് ഒരു ധ്യാനം അഥവാ ഒരു കോഴ്സ് നിങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ പഠിച്ചത്, മനസ്സിലാക്കിയത്, വിവാഹമെന്ന കുദാശയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അത് ഏത് ഉദ്ദേശത്തോടു കൂടി കർത്താവ് സ്ഥാപിച്ചു എന്നതെല്ലാം നിങ്ങൾ അവിടെ പഠിച്ചു. അത് നിങ്ങളെ ഒരിക്കൽ കൂടെ ഈ അൾത്താരയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ കുദാശ സ്വീകരിക്കുന്ന തൊട്ടു നിമിഷത്തിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ദൈവം സ്ഥാപിച്ച ഒരു വലിയ സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ അസ്ഥിവാരമായി നിൽക്കുന്ന വ്യക്തികളാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. അവർ രണ്ടായിട്ടല്ല, അവർ ഒന്നായിട്ടാണ് കർത്താവ് ആ അസ്ഥിവാരത്തെ കാണുന്നത്. ഇനി അവർ രണ്ടല്ല, അവർ ഒന്നാണ്. നമ്മളെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് ഒന്നും കൂടെ കൂടിയാൽ 2 എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണക്കുശാസ്ത്രത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ള കണക്കുശാസ്ത്രത്തിൽ ഒന്നും കൂടെ കൂടിയാൽ 1 ദൈവം ഒന്നായിരിക്കുന്നത് പോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായിരിക്കണം. തൻ്റെ സ്ഥാപനമായ കുടുംബത്തിൻ്റെ അടിസ്ഥാനമാണ്. ആ ഒന്നാകുന്നതിന് പൂർണ്ണമായ സമർപ്പണമാണ് അവരിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായ സമർപ്പണം. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി. പൂർണ്ണമായി തന്നെ. ഇതുവരെയും ഞാൻ എന്ന ഒരു ഭാവം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ എന്നൊരു ഭാവം. ആ ഞാൻ എന്നുള്ള ഭാവം ഈശോമിശിഹ ആ ഞാൻ എന്നുള്ള ഭാവം പൂർണ്ണമായി അവിടുന്ന് ഉപേക്ഷിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ഇതുപോലെ ഇനി മുതൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ, പുരുഷൻ താൻ സ്വീകരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി പൂർണ്ണമായി ആ ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് അവളോട് ഒന്നായി ചേരുന്നു. തനിക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടി അല്പം മാറ്റിവെച്ച് ആ സമർപ്പണം നടത്തിയാൽ സമർപ്പണം പൂർണ്ണമാവില്ല. കുദാശ നടത്തി. അത്രയും ഗൗരവമുള്ള ഒന്നാണ് ഇവിടെ കുദാശ ഉണ്ടാകുന്നത്. അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇതുവരെ ഈ നിമിഷം വരെയും ഈ 2 സഹോദരിമാർക്ക് ഞാൻ എന്നുള്ള ഭാവമുണ്ട്. മാതാപിതാക്കന്മാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടിയ ഞാൻ എന്ന ഭാവം, ആ ഞാൻ എന്നുള്ള ഭാവം ഈശോമിശിഹായ ചെയ്തതുപോലെ പൂർണ്ണമായി അവർ സ്വീകരിക്കുവാൻ പോകുന്ന പുരുഷന് വേണ്ടി അവർ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, സമർപ്പിക്കുന്നു. ആ സമർപ്പണം പൂർണ്ണമാകുമ്പോഴാണ്, മുഴുവനസോടെ മുഴുവാത്മാവോടെ സർവശക്തിയോടെ ആകുമ്പോഴാണ് ഇവിടെ കുദാശ നടക്കുന്നത്. അല്ലെങ്കിൽ കുദാശ നടക്കില്ല. അതുകൊണ്ട് പിള്ളേർ ഇങ്ങോട്ട് മാറി നിൽക്കുക, എന്നിട്ട് അവർ കയറി നിൽക്കട്ടെ. ഇവിടുത്തെ സാക്ഷിയാരാ പെണ്ണിന്? പക്ഷെ നമുക്കറിയാവുന്ന കാര്യമില്ല, എന്തൊരു ഭവ്യ കളയുന്നത്. ഇവിടുത്തെ സാക്ഷിയാരാ? ഈ പെണ്ണിന്റെ സാക്ഷിയാരാ?
പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ കുദാശയിൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇപ്പോൾ ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്തിൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക കുദാശിയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ജോസഫ് റീത്ത, നിങ്ങൾ വിവാഹിതരാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ പരസമ്മതം പ്രകടമാക്കുക. ജോസഫ്, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശിസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആശീർവദിക്കണമേ. ഈ ദമ്പതികളുടെ പരസ്പരമായ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പരപ്രസാദത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടികളെ അങ്ങ് ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹിക്കണമേ. ചുറ്റിയെടുത്തിട്ട് പറയുന്നത് ചൊല്ലിക്കൊണ്ട് അറിഞ്ഞിരിക്കുക. അതന്നെ ചുറ്റിയെടുക്കും. എന്നിട്ട് കൈ ഇപ്പുറം കൊണ്ടുവരണം. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊള്ളുക.
മുറിക്കുക. വലത്ത് കൈയിലോട്ട് വലത്ത് കൈയിലോട്ട് വലത്ത് കൈ വെച്ചോ. രണ്ടുപേരും ഇരുന്നോളൂ. സ്ഥാപകനായ അങ്ങ് ഇതിന്റെ നിയന്താവുമായിരിക്കുവാൻ കഴിയണമേ. കർത്താവായ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പിതാവേ, വാത്സല്യാതിരേകത്താൽ അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ അത്യുന്നത പദവിയിലേക്ക് ഉയർത്തുവാൻ തിരുവുള്ളമായി അങ്ങയുടെ അനന്തമായ സ്നേഹം തന്നെയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കൂട്ടായ്മയിൽ പ്രതിഫലിക്കുന്നത്. സ്നേഹത്താൽ പ്രേരിതനായി അങ്ങ് സൃഷ്ടിച്ച മനുഷ്യനെ സ്നേഹത്തിന്റെ നിയമത്തിലൂടെ അനശ്വരമായ സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകുവാൻ അങ്ങ് ക്ഷണിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും സകല വിശുദ്ധന്മാരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഏകസ്വരത്തിൽ ഞങ്ങൾ ആലപിക്കുന്നു. So
സമ്പന്നരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ചൊരിയുവാൻ നിരന്തരം ഇവർക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഈ പ്രത്യേക പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. നമുക്കെല്ലാവർക്കും കൈകൂട്ടി പിടിച്ച് ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മന പുരോഹിതനോട് ചേർന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അഖില ലോക സൃഷ്ടാവേ, അങ്ങയുടെ ഛായയിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും അവരുടെ വൈവാഹിക ബന്ധത്തെ അങ്ങ് ധന്യമാക്കുകയും ചെയ്തുവല്ലോ. വിവാഹം എന്ന ഉദാശിയാൽ സംയോജിപ്പിക്കപ്പെട്ട ഈ വധൂവരന്മാരിൽ അങ്ങയുടെ സ്നേഹകാരുണ്യം ചൊരിയണമേ. ദാമ്പത്യ ജീവിതത്തിന്റെ വിശിഷ്ടമായ ഗുണങ്ങൾ അനുഭവിക്കുവാനും കുടുംബത്തെയും തിരുസഭയെയും സന്താനങ്ങളാൽ സമ്പന്നരാക്കുവാനും ഇവരെ അങ്ങ് പ്രാപ്തരാക്കണമേ. പിതാവേ, അങ്ങയുടെ ഈ പ്രിയമക്കൾ സന്തോഷത്തിൽ അങ്ങേ സ്തുതിക്കുകയും ദുഃഖങ്ങളിൽ അങ്ങിൽ ആശ്രയിക്കുകയും ചെയ്യണമേ. ഇവർ അങ്ങയുടെ സഹായത്തിൽ സ്വന്തം അധ്വാനങ്ങളുടെ ഫലം അണിഞ്ഞ് ആനന്ദം കൊള്ളുവാൻ ഇടയാക്കണമേ. പ്രയാസങ്ങളിൽ ഇവർ അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്വാസം അനുഭവിക്കുവാനും ഇടയാക്കണമേ. പിതാവേ, ഇവർ തിരുസഭയിൽ പ്രാർത്ഥനാനിരതരും സഹോദര സമക്ഷം അങ്ങേക്ക് സാക്ഷികളുമായി ജീവിക്കുവാൻ സഹായി അരുളയണമേ. നിരവധിയായ ബന്ധുനിർവാദികളോടുകൂടെ സാനന്ദം ദീർഘായുസുക്കളായി വാഴുവാനും സ്വർഗരാജ്യം പ്രാപിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന